الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من നസീർ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകത്തിൻ്റെ സംരക്ഷകനും സൃഷ്ടിക്കുന്ന സൃഷ്ടാവും റിസ്ക് നൽകുന്ന റസാഖുമായ പടച്ചറബിൻ്റെ എല്ലാ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഇഷ്ടദാനമായ ഈ ഇസ്ലാമിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൽക്കർമ്മങ്ങളോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അനുഗ്രഹീതമായ ആ സന്ദർഭങ്ങളിൽ ഒത്തൊരുമിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അയാൾ ഹിദായത്തിലാവുക എന്നതാണ്. ബാക്കി നമ്മൾ കാണുന്ന ദുനിയാവിലെ സുഖങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്ന് വിളിക്കുന്നതൊക്കെ അതിൻ്റെ താഴെ തട്ടിലാണ്. ഈ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ഏറ്റവും അധികം കടപ്പാട് കാണിക്കേണ്ടത് നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ഹിദായത്തിൻ്റെ വക്താവായിട്ടുണ്ട് എന്നതിൻ്റെ പേരിലാണ്. നമുക്ക് ആഫിയത്ത് ലഭിക്കുക, ആരോഗ്യം ലഭിക്കുക, സമ്പത്ത് ലഭിക്കുക, സന്താനവും സൗഭാഗ്യങ്ങളും വീടും അനുഗ്രഹം അതൊക്കെ അതിൻ്റെ മറുഭാഗങ്ങളാണെങ്കിൽ ഹിദായത്താകുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായി തീരുക എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ ഭാഗ്യം നേടാതെ പോയ എത്രയോ മനുഷ്യർ പ്രമുഖരുണ്ട് ചരിത്രത്തിൽ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പയുടെ കാര്യം മാത്രം ഒന്നെടുത്ത് വായിച്ചു നോക്ക് നിങ്ങൾ. വാപ്പയുടെ പ്രിയപ്പെട്ട മകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീൽ, ചങ്ങാതിയായി, കൂട്ടുകാരനായി വിശേഷിപ്പിക്കപ്പെടുക. എന്തു പറഞ്ഞാലും ഏറ്റെടുക്കുന്ന ആ ബാപ്പാന്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല. മക്കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ. സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്ത്. ഒരു നബിക്കും ഒരു മുഅ്മിനിനും പറ്റൂല മുഅ്മിനല്ലാത്ത മുശ്രിക്കായ മനുഷ്യന്മാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക. ശിർക്ക് ചെയ്ത് ജീവിതത്തിൽ അങ്ങനെ തന്നെ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എന്താന്ന് വായിക്കണം നമ്മൾ. ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് വേണ്ടി ഒരിക്കലും അത് പറ്റൂല എന്ന് പറയുന്ന ആയത്ത് വിശദീകരിക്കുമ്പോ പറഞ്ഞു, വലൗ കാന ഉലി ഖുർബാ,
വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അത് പറ്റൂല. മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, അവർ നരകക്കാരാണെന്ന് വ്യക്തമാക്കിയതിന് ശേഷം പിന്നെന്തിനാ ഇസ്തിഗ്ഫാർ നടത്താൻ പോണത്? ഭയപ്പെടണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, ഭാര്യ, മക്കൾ, കുടുംബക്കാര് ശിർക്കിന്റെ ഏതെങ്കിലും ഇനങ്ങളിൽപ്പെട്ട് ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചു പോകുമ്പോ പേടിക്കേണ്ടത് ഈ ഗൗരവത്തെയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹീമ ലിഅബീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തന്റെ വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാലും അതുകൊണ്ട് ഫലമല്ല, കാര്യമല്ല, അത് ചെയ്യാനും പറ്റൂലായിരുന്നു. പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ തബറഅ മിൻഹു, ഇബ്രാഹിം നബിയും ആ വാക്ക് പിൻവലിച്ചിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിമ ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി വിനയുള്ള ആളാണ്, വിവേകമുള്ള ആളാണ്, സഹനശീലനാണ്. ആലോചിക്കണം, സ്വന്തം ബാപ്പാക്ക് വേണ്ടി അല്ലാഹുവേ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ ചിന്തിച്ചു നോക്ക്. ഈ ഒരു വല്ലാത്ത വിഷമത്തെയും പ്രയാസത്തെയുമാണ് അമ്പിയാക്കന്മാരിൽ പലർക്കും കിട്ടിയത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞത് അവർ നരകാവകാശികളാണ്. ആരാ? നല്ല രണ്ട് ഭർത്താക്കന്മാര്, ഈമാൻ ശരിക്ക് ജീവിതത്തിൽ കൊണ്ടുവന്നവര്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പള്ളി പോകണോ, നിസ്കരിക്കണോ, ദഅവത്ത് നടത്തുന്നു, സ്വതക്ക ചെയ്യുന്നു, നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളോ? ലൂത്ത് നബിയെയും നൂഹ് നബിന്റെയും ഭാര്യമാരെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞ വാക്ക് വഖീല ദുഖുലന്നാറ മഅദ്ദാഖിലീൻ, നരകത്തിൽ നിന്നരായി പ്രവേശിക്കാൻ ഈ രണ്ടാളോടും പറയും. ഹിദായത്ത് കിട്ടിയിട്ടില്ല, ഹിദായത്തിന്റെ ഭാഗ്യം കിട്ടിയിട്ടില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മോന് പ്രളയം വരുന്നതിന്റെ മുമ്പ് വാപ്പ ചെന്നിട്ട് പറയുന്നുണ്ട്, പൊന്നുമോനെ, ഒരു വലിയ പ്രളയം ഇവിടെ വരാൻ പോവുകയാണ്. അത് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാ. മോൻ വാപ്പാന്റെ കൂടെ, മുഅ്മിനീങ്ങളുടെ കൂടെ ഈ കപ്പലിലേക്ക് കയറി വാ, രക്ഷപ്പെടാൻ വാ എന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് മകൻ എന്താ പറയുന്നത്? മകൻ പറയാണ്, യാ ബുനയ്യർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ, മോനെ നീ കാഫിരീങ്ങളിൽ പെടല്ലേ, കപ്പലിൽ കയറി രക്ഷപ്പെടാൻ വായു എന്ന് വിളിച്ചപ്പോൾ മകൻ പറഞ്ഞു, ബാപ്പാ നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ മതവുമായി പോകാം, നിങ്ങളുടെ ഇസ്ലാമുമായി നിങ്ങൾക്ക് പോകാം, ഞാൻ ഒരിക്കലും നിങ്ങളുടെ കപ്പലിലേക്കില്ല, ഞാൻ വേറെ എന്തെങ്കിലും കാണിച്ച് രക്ഷപ്പെട്ടോളാം. പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മുടെ മക്കളൊക്കെ എന്തു പറഞ്ഞായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്? ഒരു കൗൺസിലിംഗ് ആവശ്യാർത്ഥം ഒരു മകനുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ബാപ്പയും ഉമ്മയും ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞ് വിഷമത്തോടെ മകന്റെ പ്രത്യാഘാതങ്ങൾ, അവൻ കാണിക്കുന്ന ക്രൂരതകളെല്ലാം പറഞ്ഞു. വെറും 16 വയസ്സുള്ള ഒരു മകന്റെ കാര്യത്തിൽ അവസാനം വാപ്പ പറയാണ്, ഞാൻ എൻ്റെ മകന് വേണ്ടി സ്കൂട്ടി കൊടുക്കും, ഞാൻ എൻ്റെ മകന് വേണ്ടി ബൈക്കിൽ പോകാനുള്ള എണ്ണ അടിച്ചു കൊടുക്കാറുണ്ട്, സ്നേഹം കൊണ്ടല്ല, ആ പോണ പോക്കിലെങ്കിലും അവനൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ഞങ്ങൾ ഒരുപാട് രാത്രികൾ കൊതിച്ചുപോയി. ഇത് വെറും വാർത്തകളല്ല, പച്ചയായി കേരളത്തിൽ ചില വാപ്പമാർ അനുഭവിക്കുന്ന പ്രയാസമാണ് അയാൾ തുറന്നു പറഞ്ഞത്. സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ വിളിച്ചിട്ട് എത്രയോ നേരം ബാപ്പ ഇരുന്ന് സങ്കടത്തോടെ പറഞ്ഞ് കപ്പൽ കയറിയിട്ടും ഒരുപാട് സങ്കടത്തോടെ അള്ളാഹിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ ഇന്ന ബിനി മിൻ അഹ്ലി, എൻ്റെ മോനൊന്ന് രക്ഷിക്കണം, എൻ്റെ മോൻ എൻ്റെ കുടുംബാണ്. നൂഹ് നബിയോട് പറയാണ്, നിങ്ങളുടെ മോനെ നിങ്ങളുടെ കുടുംബമല്ല, സ്വന്തം ചോരയായിട്ട് പറയാണ്, നിങ്ങളുടെ കുടുംബമല്ല, അവന് വേണ്ടി ഇനി പറയണ്ട, അവന് വേണ്ടി ഇനി ചോദിക്കണ്ട. സഹോദരങ്ങളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട ഏറ്റവും സംരക്ഷണം നൽകിയ വാപ്പയുടെയും ഉമ്മയുടെയും കൈകളിൽ നിന്ന് യതീമായി വളർന്ന ആ പൊന്നുമോൻ അന്ന് പിന്നീട് ജീവിച്ചത് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു. അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി തങ്ങൾ ചെല്ലുന്നുണ്ട്, അടുത്തേക്ക് ഓടിയെത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള തന്റെ കാരണവരുടെ അടുക്കിലേക്ക് വന്നിട്ട് ചെന്നിട്ട് എന്താ പറയാനുള്ളത്? യാ അമ്മി ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
എൻഡിങ്ങളൊക്കെ ഉത്തരവാദിത്താണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരണം. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ആ മനുഷ്യനെ സത്യത്തിലേക്ക് ക്ഷണിക്കണം. അതിനേക്കാൾ വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഇല്ല. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. അത് പറയാൻ മടിക്കരുത്. ആ പിതൃവ്യന്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ സമയത്തെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. അപ്പോൾ ഉടനടി പിന്നിലിരുന്നു കൊണ്ട് അബൂജഹൽ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ല, നിങ്ങൾ ഇതുവരെയും പറഞ്ഞിരുന്നത് ഈ നാട്ടിലത്തെ കാരണവന്മാരും ഭൂരിപക്ഷമൊക്കെ സ്വീകരിക്കുന്നത് ഇപ്പോൾ വേണ്ടാന്ന് വെക്കുകയാണോ അബൂ ത്വാലിബേ? ഈ മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട് വേണ്ടാത്തതൊന്നും ചെയ്തു പോകണ്ട, താങ്കൾ ഇസ്ലാമിലേക്ക് ഒരിക്കലും ഇപ്പൊ പോകണ്ട. മരിക്കാൻ സമയത്തും അന്നത്തെ ആ വലിയ ശത്രുക്കൾ, ഇസ്ലാമിന്റെ വിരോധികൾ പറഞ്ഞ് അദ്ദേഹത്തെ പേടിപ്പിച്ചു. ഒരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല. അവസാനം മരിച്ചു. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ അധ്യായങ്ങളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു കരച്ചിലായിരുന്നു അബൂ ത്വാലിബിന്റെ മരണം. അബൂ ത്വാലിബിന്റെ മരണം കഴിഞ്ഞപ്പോ നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ അള്ളാന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ജിബ്രീൽ വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. സൂറത്തുൽ ഖസസിന്റെ 56-ാമത്തെ ആയത്ത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരെ സത്യമാർഗത്തിലേക്ക്, നന്മയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ക്ഷണിക്കാം, പറഞ്ഞു കൊടുക്കാം, അവർ ഹിദായത്തിലേക്ക് എത്തുക എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കൂല. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കേ അല്ലാഹു ഹിദായത്ത് കൊടുക്കൂ. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഏറ്റവും സന്മാർഗത്തിന് അർഹരായവർ അല്ലാഹുക്ക് അറിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബത്തോട്, അയൽവാസികളോട്, നാട്ടുകാരോട്, കച്ചവടക്കാരോട്, നമ്മുടെ ഷോപ്പിന്റെ അപ്പുറത്തിപ്പുറത്തുള്ള മനുഷ്യരോട് നമുക്ക് പറയാനേ പറ്റൂ. പറഞ്ഞു കൊടുക്കലാണ് നമ്മളെ പണി. അതിൽ ഒരിക്കലും വീഴ്ചയില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അയാൾ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും, അയാൾ നമ്മളോട് പുച്ഛിച്ചാലും പരിഹസിച്ചാലും നമ്മുടെ പണി പറഞ്ഞു കൊടുക്കലാണ്. ലോക ചരിത്രം ഇത് പഠിപ്പിക്കുകയാണ്. അവസാനം നരകക്കാരായി മാറുന്ന മനുഷ്യരാരാ? ഹിദായത്ത് കിട്ടാത്തവരാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ വഹും യസ്തരിഹൂൻ, അലമുറയിട്ട് ശബ്ദമിട്ട് അവർ കരയും. നമ്മൾ കരയേണ്ടത് ദുനിയാവിലാണ്. നമ്മൾ പടച്ചവനോട് പൊട്ടിക്കരേണ്ടത് ദുനിയാവിലാണ്. എന്നാൽ നരകത്തിന്റെ മുമ്പിൽ ഒരു കാര്യവുമില്ലാതെ വെറുതെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ആർത്തട്ടഹസിക്കും. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ. പടച്ചോനെ, ഞങ്ങളെ ഈ തീക്കട്ടയിൽ നിന്ന്, ഈ തീക്കുണ്ടാരത്തിൽ നിന്ന്, നരകത്തിന്റെ വിറകിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഞങ്ങളെ മാറ്റിത്തന്നാൽ നഅമൽ സാലിഹ, ഇനി മുതൽ ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തോളാം. ഇനി ഞങ്ങൾ നന്നാകാം. ഇനി ഞങ്ങൾ ഒരിക്കലും വേണ്ട തരങ്ങൾക്ക് പോകൂല. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു മോശപ്പെട്ട മനുഷ്യനാകൂല. ഇനി ഞങ്ങൾ ഒരു നല്ല മനുഷ്യനായി മാറിക്കോളാം. നഅമൽ സാലിഹൻ, ഞങ്ങൾ നല്ലോരായി ജീവിക്കാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാതെ വിട്ടുപോയ എല്ലാ നല്ല കാര്യങ്ങളും ഇനി മുതൽ ചെയ്യാം. എപ്പോഴാ? തീ മുൻപിൽ കൊണ്ടുവന്ന് നരകത്തിന്റെ മുമ്പിലേക്ക് വലിച്ച് എറിയാൻ നിൽക്കുമ്പോൾ അലമുറയിട്ട് കരഞ്ഞിട്ട് പറയാം. അപ്പല്ല തിരിച്ചു ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. നിങ്ങൾക്ക് ഈ നരകത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഉത്ബോധനങ്ങൾ വന്നിട്ടില്ലേ? വജാഅകുമുൻ നദീർ, വലിയ താക്കീതുകാർ നിങ്ങൾക്ക് വന്നതല്ലേ? ഫദൂഖൂ ഫമാ ലിസ്സാലിമീന മിൻ നസീർ. ഇനി ഇത് അനുഭവിച്ചോളൂ, ഇനി സഹായിക്കാൻ ഒരാളും വരാനില്ല. ഈ രംഗം പേടിക്കണം. നരകത്തിന്റെ മുമ്പിലേക്ക് എത്തിപ്പെട്ട് ഇവിടെ കടന്ന് അലമുറയിട്ട് കരഞ്ഞ് തഗയ്യുളം വസഫീറാ, അതിന്റെ ഗർജനമായിരിക്കും അവിടെ ഉണ്ടാവുക. കൂട്ടക്കരച്ചിലുകളായിരിക്കും. തോടുപോലെ കണ്ണീരുകൾ ഒഴുകുന്ന ഒരു ലോകമാണ് നരകം.
സുഹൃത്തുക്കളെ, ഈ ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ? അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നിട്ടില്ലേ? ചിന്തിക്കാൻ, പഠിക്കാൻ, വായിക്കാൻ എല്ലാത്തിനും സമയം തന്നില്ലായിരുന്നോ? നിങ്ങൾക്ക് ഉപദേശം വന്നില്ലായിരുന്നോ? ഈ ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ആലോചിക്കേണ്ടത്. ഈ ദുനിയാവിന് വേണ്ടി പണിയെടുത്ത് ദുനിയാവിൽ ഒന്നും നേടാതെ കഫൻ പുടവയിൽ പൊതിഞ്ഞ 6 അടി മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി നാളെ പരലോകത്തേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന രംഗമുണ്ടല്ലോ. പരലോകത്ത് മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാള് വരാനുണ്ടല്ലോ. വിശ്വാസികളെ, നമ്മളോട് അല്ലാഹ് പറയുന്നത് ആ പരലോകത്തിന് വേണ്ടി ഈ ദുനിയാവ് ക്രമീകരിക്കാനാണ്. നമ്മൾ ഇതിനു വേണ്ടി വന്നവരല്ല. നമ്മൾ വീടുണ്ടാക്കാൻ വന്നവരല്ല, കല്യാണം കഴിക്കാൻ വന്നവരല്ല, പൈസ ഉണ്ടാക്കാൻ വന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടോളൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇസ്സാഖൽതും മിനൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനപ്പെട്ടു പോകുകയാണോ? പിന്നെയും ഇരിക്കുന്നത് നീക്കാൻ കഴിയണില്ലേ? ഉറക്കപ്പായെന്ന് ഉറങ്ങാൻ കഴിയണില്ലേ? നിന്റെ പൊട്ടിക്കാത്ത പെട്ടിന്റെ പണപ്പെട്ടി അത് തുറക്കാനായിട്ടില്ലേ? നിന്റെ ജീവിതത്തിലെ വിലപ്പെട്ടതെന്ന് വിചാരിക്കുന്ന നിന്റെ വീട്ടിൽ നിന്ന് നിനക്ക് ഇറങ്ങാനായിട്ടില്ലേ? നീ ഇപ്പോഴും അതിൽ ഉറച്ചു ഇരിക്കുകയാണോ? അല്ലാഹ് ചോദിക്കുകയാണ്, അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആ പരലോകത്തേക്കാൾ ഈ കാണുന്ന നൈമിഷികമായ ദുനിയാവിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണോ? ഇത് മതി, ഇതന്നെ ഇഷ്ടം പോലെ എന്ന് വിചാരിച്ചിരിക്കുകയാണോ നീ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. ഈ ദുനിയാവ് പരലോകത്തിനെ വെച്ച് കൂട്ടിവെച്ചാൽ വളരെ ചെറിയ ഒരു ലോകം മാത്രമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് തൗബ 38-ാമത്തെ ആയത്ത്. സുഹൃത്തുക്കളെ, ഇവിടെ എന്ത് നേടിയിട്ടും കാര്യമില്ല. ഇവിടെ എത്ര നാൾ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാം, പണമുണ്ടാക്കാം, കുറച്ച് പൈസ ഉണ്ടിച്ചെങ്കിൽ അധികാരം കിട്ടും, കുറച്ച് ജനപിന്തുണയുണ്ടിച്ചെങ്കിൽ വലിയ വലിയ നേതാവാകാം. ഈ നാട്ടിൽ എന്തുമാകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പരലോകത്ത് അപമാനിക്കപ്പെടുന്നത് പേടിക്കണം. ഇവിടെ സ്റ്റാറാകാം, ഇവിടെ നമുക്ക് ഇൻഫ്ലുവൻസർ ആവാം, ഇവിടെ നമുക്ക് വലിയ വലിയ ഹൈപ്പുള്ള മനുഷ്യന്മാരൊക്കെ ആകാം. അള്ളാന്റെ കോടതിയിൽ അപമാനിക്കപ്പെടുന്നവനാണെങ്കിലോ, മുഴുവൻ മനുഷ്യരെയും നിരപ്പായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ സകല രഹസ്യങ്ങളും പുറത്ത് പറയുന്ന ഒരു നാള് വന്നാൽ പിന്നെന്താണ് ഈ ദുനിയാവിലെ സ്റ്റാറ്റസ്? ആ പേടിയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ വന്നത്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, റബ്ബേ എനിക്ക് നല്ല വിജ്ഞാനം തരണേ. നന്നായി പ്രാർത്ഥിക്കണം. അറിവുള്ളവരാകണം, ബോധമുള്ളവരാവണം, വിജ്ഞാനമുള്ളവനാകണം. നല്ല വിജ്ഞാനം, ഹിക്മത്ത് എനിക്ക് തരണേ റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വലിയ ദറജയിൽ എന്നെ ചേർക്കണം പടച്ചോനെ. വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എൻ്റെ കാലശേഷം വരുന്ന ആളുകളിൽ എൻ്റെ സൽപേര് നിലനിർത്തണേ. ഞാൻ മരിച്ചാലും എൻ്റെ നന്മകളും എൻ്റെ സൽപേരുകളും എൻ്റെ സൽഗുണങ്ങളും എനിക്ക് ഗുണകരമായി ഭവിക്കണേ എന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി പറഞ്ഞു. വജ്അൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, എനിക്ക് അനന്തരാവകാശ സ്വത്തായിക്കൊണ്ട് ജന്നാത്തുൻ നഈം നൽകണേ റബ്ബേ. പിന്നെ പറയാണ്, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, നാളെ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആദിമ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പരലോക കോടതിയിൽ എൻ്റെ ബാപ്പാന്റെ പേരിലോ എൻ്റെ പ്രവർത്തനങ്ങളുടെ പേരിലോ എന്നെ അപമാനിക്കരുത് പടച്ചോനെ, എന്നെ നിന്ദരാക്കരുത് പടച്ചോനെ. ആ കോടതിയിൽ, പരലോകത്ത് മുമ്പിൽ, ആ തിരുമുറ്റത്ത് നമ്മൾ ഇളിഭ്യരായി വഷളായി നമ്മുടെ എല്ലാം പിച്ച് ചീന്തപ്പെടുന്ന ഘട്ടം പേടിക്കാണ്. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കളോ പണമോ ഉപകാരത്തിലാവാത്ത ഒരു ദിവസത്തിൽ പടച്ച റബ്ബേ എന്നെ നിന്ദിക്കരുത്. പിന്നെയും പറയാണ്, അവിടുന്ന് മുത്തഖീൻ, എന്നിട്ട് പരലോകത്ത് സ്വർഗത്തിന്റെ ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് തുറന്നിട്ട് കൊടുക്കും.
പാപികളായ ദോഷികളായ മനുഷ്യർക്ക് നരകം തുറന്നിട്ട് കൊടുക്കും. പടച്ചോനെ, എന്നതിലേക്ക് കൊണ്ടുപോകരുതേ. ഒരു പ്രവാചകൻ ഇത്രയേറെ സങ്കടപ്പെട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏത് സ്ഥാനത്താണ് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. പരലോകമെന്ന് പറയുന്നത് മരിച്ചു മുഴുവൻ മനുഷ്യരുടെയും എല്ലാം തീരുമാനമാക്കി ഒരൊറ്റ ഘോരമായ ശബ്ദം മാത്രം മതി, മുഴുവൻ മനുഷ്യർ പുറത്തു വരും. ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. എല്ലാവരും ആ ഒറ്റ ശബ്ദത്തിൽ പുറത്തേക്ക് ഹാദിറാക്കി കൊണ്ടുവരപ്പെടും. അന്നേ ദിവസം നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞിരിക്കാൻ പറ്റൂല. അന്നേ ദിവസം നമുക്ക് ന്യായീകരണങ്ങൾ പറയാൻ കഴിയൂല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കാൻ കഴിയൂല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായകൾ മുദ്രവെക്കും, വായ പൂട്ടിവെക്കും. നമ്മുടെ കൈ സംസാരിക്കും, ചെയ്തത് മുഴുവൻ നമ്മുടെ കൈകൾ സംസാരിക്കും. നിങ്ങൾ സമ്പാദിച്ചതും ചെയ്തു കൂട്ടിയതും ഒക്കെ നിങ്ങളുടെ കാലുകൾ സാക്ഷി പറയുന്ന ദിവസമാണ്. എല്ലാം പുറത്തു വരും. പാപഭാരങ്ങൾ നമ്മൾ ചെയ്തതൊന്നും വേറൊരാൾ ഏറ്റെടുക്കൂല. ദുനിയാവിൽ നമ്മളെ സഹായിക്കാൻ കുറെ ആൾക്കാരുണ്ട്. നമ്മളൊന്ന് ജയിലിൽ പോയാൽ പുറത്തിറക്കി തരാൻ നമുക്ക് ബന്ധുക്കളുണ്ട്. നമ്മൾ ചെയ്ത ന്യായീകരണങ്ങൾ, നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. എന്നാ പരലോക കോടതിയിൽ ഒരാളും വന്ന് മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ വരൂല. അത് ഞാൻ നോക്കിക്കോളാം പറയില്ല. അത് എനിക്ക് തന്നേക്ക് ഞാൻ പറയില്ല, ഒരാളും പറയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്ത സൂറത്ത് ഫാത്തിറിന്റെ 18-ാമത്തെ ആയത്ത്, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ പോണില്ല. വഇൻ തദ്ഉ മുസ്ഖലത്തുൻ ഇലാ ഹിംലിഹാ ലാ യുഹ്മൽ മിൻഹു ശൈഉൻ വലൗ കാന ദാ ഖുർബാ, അടുത്ത ബന്ധുവാണെങ്കിൽ പോലും മറ്റൊരാളുടെ ഭാരം കുറച്ച് ഭാരം കുറവുള്ളവനാണെങ്കിൽ പോലും എനിക്ക് തന്നേക്കെന്ന് പറയൂല. എല്ലാവരും അവനവന്റെ കാര്യത്തിൽ പേടിച്ചും ബേജാറായിട്ടും നിൽക്കുക. ഒരു ഭാര്യയും നമുക്ക് കൂട്ടിന് വരൂല, ബാപ്പ വരില്ല, ഉമ്മ വരില്ല. പ്രിയപ്പെട്ട നമ്മളേറെ വിയർപ്പൊഴുക്കി കിനാവ് കണ്ട് സ്വപ്നങ്ങൾ ചെയ്ത നമ്മുടെ മക്കൾ നാളെ പരലോകത്ത് നിന്റെ ബാപ്പാൻ്റെത് എനിക്ക് തന്നേക്കെന്ന് പറയാൻ വരൂല. ഇത് ഓർമ്മപ്പെടുത്താത്തവരാണോ നമ്മൾ? ഇത് കേൾക്കാത്തവരാണോ നമ്മൾ? നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മളോട് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ട ആവശ്യമില്ല. ഈ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ എന്നെയാണോ അങ്ങനെ ചെയ്തത്? ഒരു തെളിവിന്റെ നിരത്തി സാക്ഷികളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജിന്ന് വർഗത്തോട് ഇൻസ് വർഗത്തോട് അവർ ചെയ്ത പാപത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല. നീ ചോദിച്ച് തെളിവൊന്നും നിർത്തിക്കൊണ്ടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എല്ലാം ക്ലിയർ ആണ്. അവിടെ വരുന്ന മനുഷ്യന്മാർ ചെയ്ത പാപങ്ങളെല്ലാം അതിന്റെ അടയാളങ്ങളോടെയാ വരിക. മോഷ്ടാക്കള് മോഷ്ടിച്ച സ്വത്തായിട്ടാ വരിക. ഭാര്യയോട് അനീതി കാണിച്ചവൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ടാ വരിക. രക്തക്കറകളുമായിട്ട് ശുഹദാക്കന്മാര് വരും. ഓരോരുത്തരുടെയും കാര്യങ്ങളും പ്രവർത്തനങ്ങളും അടയാളങ്ങളായിട്ട് വരിക. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയൂഖദു ബിന്നവാസി വൽ അഖ്ദാം. പാപികളായ മനുഷ്യരാണെങ്കിൽ അവരുടെ ശരീരത്തിലും മുഖത്തും പലയിടത്തുമായി അടയാളങ്ങൾ ഉണ്ടാകും, തിരിച്ചറിയാനുള്ള അടയാളം ഉണ്ടാകും. എന്നിട്ട് അവരുടെ നെടുന്തലക്ക് പിടിക്കും, അവരുടെ കാലടികൾ കൂട്ടിപ്പിടിക്കപ്പെടുന്നതായിരിക്കും. എന്നിട്ടാണ് നരകത്തിലേക്ക് വലിച്ചെറിയുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഈ ദുനിയാവിലെ ആയുസ് എന്നത് പരലോകത്ത് നിന്ദ്യരാകാതിരിക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നരകത്തിന്റെ മുമ്പിൽ പോയി പേടിച്ച് കരയാതിരിക്കാൻ ഈ രാത്രികളെ ദുനിയാവിന്റെ ആയുസ്സിനെ നന്നായി ഉപയോഗപ്പെടുത്തുക. രാത്രികാലങ്ങളിൽ കൂടുതലായ ഇബാദത്തുകളിലേക്ക് വരിക. നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരയാനുള്ള സമയം കണ്ടെത്തുക. എന്നോട് ചോദിച്ചോളൂ, ഞാനിതാ പുറത്തു തരാമെന്ന് പറയുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളെ ശരിയായി ഉപയോഗപ്പെടുത്തുക. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. രാത്രി പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരും. എത്ര തണുപ്പുണ്ടെങ്കിലും എണീക്കാത്തവരൊക്കെ എണീക്കും. ഈ ബോധം വന്നാൽ
എന്നിട്ട് യദ്ഊന റബ്ബഹും, എന്നിട്ട് ഇരുന്ന് പടച്ചോനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഖൗഫൻ, പേടിയോടെ, പടച്ചോനെ ഈ നരകം ഇത് കിട്ടരുത് എന്ന് വിചാരിച്ച്, വതമഅൻ, പടച്ചോനെ സ്വർഗമാകുന്ന എന്റെ സ്വപ്നം എനിക്ക് നഷ്ടമാകരുത് എന്ന മോഹത്തോടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട് ആരും അറിയാതെ എല്ലാ മനുഷ്യരും കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോ ഈ ബോധം തലക്ക് കയറിയവൻ എഴുന്നേറ്റ് റബ്ബിലേക്ക് ഉളൂ ചെയ്ത് സുജൂദിൽ കിടക്കാൻ തുടങ്ങിയാൽ അവൻ നന്നാകുന്നതിന്റെ അടയാളമാണ്. അവൻ ശരിയായി തുടങ്ങി എന്നതിന്റെ അടയാളമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ചില മനുഷ്യരുണ്ട്, അവർക്ക് സ്വർഗം കൊടുക്കും. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, ജീവിതകാലത്ത് ഒരുപാട് നന്മ ചെയ്തവരാണ്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ വളരെ കുറച്ചേ അവർ ഉറങ്ങാറുള്ളൂ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുമായിരുന്നു. അവർക്ക് ദുനിയാവല്ല ചോദിക്കാനുള്ളത്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന വാക്കവർ അധികരിപ്പിക്കുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഖൈറ് വേണോ, ബർക്കത്ത് വേണോ, മഴ വേണോ, സമ്പത്ത് വേണോ, സന്താനം വേണോ, ഇസ്തിഗ്ഫാർ, അതിനോളം മികച്ചു നിൽക്കുന്നൊരു വാതിൽ വേറെയില്ല. മുഅ്മിനീങ്ങളുടെ മഹത്തായ വലിയ അടയാളങ്ങൾ പറയുന്നുണ്ട് സൂറത്ത് ആലി ഇംറാനിന്റെ 16-17 ആയത്തിൽ. അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുമത്രേ, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ, പടച്ചോനെ ഞങ്ങളിതാ വിശ്വസിച്ചവരാണ്, ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ. പ്രാർത്ഥിക്കേണ്ടത് അവർ പ്രാർത്ഥിക്കും. 5 പ്രധാനപ്പെട്ട ഗുണങ്ങൾ അവർ ജീവിതത്തിൽ പാലിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കുണ്ടോ എന്ന് വായിക്കണം. അസ്വാബിരീൻ, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും സങ്കടങ്ങളിലും ബേജാറിലും എല്ലാം ഉണ്ടാകുമ്പോഴും ക്ഷമിക്കുന്നവരാണോ നമ്മൾ? വസ്വാദിഖീൻ, സത്യസന്ധത പാലിക്കുന്നവരാണ് വിശ്വാസികൾ. വൽഖാനിതീൻ, ഭയഭക്തന്മാരായി ഭക്തിയിലായി ജീവിക്കുന്നവരാണ് ഈ വിശ്വാസികൾ. വൽമുൻഫിഖീൻ, കൊടുത്താലും കൊടുത്താലും മതി വരാത്ത, എത്ര വേണമെങ്കിലും തന്നാൽ കഴിയുന്നത് പോലെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവരാണ്. വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് അങ്ങനെ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന 5 ഗുണങ്ങളുള്ളവരാണ് മുഅ്മിനീങ്ങൾ. നമ്മളെയാണ്, ഞാൻ ആദ്യം എന്നെയാണ്, തുടർന്ന് നമ്മളെയാണ്. ഞാൻ എവിടെയാണ്? എൻ്റെ സ്ഥാനം ഏതാണ്? നാളെ പരലോകത്തെ കോടതിയിൽ അള്ളാന്റെ മുമ്പിൽ നിന്ദ്യരായി കാലുകൾ കൂട്ടിക്കെട്ടി, കൈകാലുകൾ കൂട്ടിക്കെട്ടി നരകത്തിലേക്ക് ഹമീം എന്ന തിളച്ച വെള്ളത്തിലൂടെ വലിച്ചെറിയുന്ന ഒരാളായി ഞാനും നിങ്ങളും മാറുമോ എന്ന ഭയത്തോടെ പടച്ച റബ്ബിലേക്കൊന്ന് മടങ്ങണം. പരലോകമാണെന്ന സത്യം തിരിച്ചറിയണം. ആരൊക്കെ പരിഹസിച്ചാലും നമ്മൾ അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന പരലോകബോധമുള്ളവരാകണം. അള്ളാഹുവിന്റെ നരകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടണം. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് നമുക്ക് അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്ന ലക്ഷ്യം നമ്മൾ മറക്കാതെ ജീവിക്കണം. അള്ളാഹു നമ്മെ എല്ലാം സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ, നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും എല്ലാം അള്ളാഹു സ്വർഗത്തിൻ്റെതായ അഹ്ലുകാരിൽ, സന്തോഷത്തിന്റെ മുഹ്സിനീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് അവൻ്റെ കൽപ്പനാ വിരോധനങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കി ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂലൈ 30-നാണ് ഞെട്ടലോടെ നമ്മളെല്ലാം വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലും അനുബന്ധമായ ഒരു നാടിനെ
വല്ലാതെ ബാധിച്ചു പോയ പ്രകൃതി ദുരന്തത്തിൻ്റെ വാർത്തകൾ നമ്മളിലേക്ക് വന്നത്. ഓഗസ്റ്റ് 8, 9 തീയതികളിലായിരുന്നു കഴിഞ്ഞ 2 വലിയ പ്രളയങ്ങൾ നമ്മുടെ കേരളത്തിനെ ബാധിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൂടെ ആസാമിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒലിച്ചുപോയ ഓരോ വെള്ളവും ഓരോ മനുഷ്യരുടെ ജീവനും ജീവിതവും വീടും എല്ലാം നഷ്ടപ്പെട്ടവരായിരുന്നു. സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ധാരാളം പ്രകൃതി ദുരന്തങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവിടെ അനുഭവിക്കുന്നത് പാപം ചെയ്തവർ മാത്രമല്ല, എല്ലാവരെയുമാണ് ബാധിക്കുക. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഈ അങ്ങാടിയിൽ ഒരു വലിയ ബുദ്ധിമുട്ട് വന്നാൽ, ഒരു വലിയ അപകടം സംഭവിച്ചാൽ അതിലെ എല്ലാ പാപികളെ മാത്രമല്ല അത് ബാധിക്കുക, അവിടെയുള്ള എല്ലാവരെയും അത് ബാധിക്കും. പിന്നീട് പരലോകത്ത് അവർക്ക് അവരുടെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള പ്രതിഫലങ്ങൾ 2 വേർതിരിച്ചു കൊടുക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ ഈ ദുനിയാവിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രകൃതിക്ഷോഭങ്ങളും പരീക്ഷണങ്ങളൊക്കെ എന്തിനാ നമ്മളിങ്ങനെ പഠിപ്പിച്ചു തരുന്നത്? അത് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലഅല്ലഹും യതളറഊൻ. അവരൊന്ന് വിനയപ്പെടാനാണ്, അവരൊന്ന് അള്ളാഹ്ക്ക് കീഴ്പ്പെടാനാണ്, ഒന്ന് ഒതുങ്ങാനാണ്, അഹങ്കരിക്കാനല്ല. ഞാനൊക്കെ എന്തും സംഭവിക്കാം, ഈ ദുനിയാവാണ്, എപ്പോഴും പോകാം. എപ്പോഴും അള്ളാഹുവിലേക്കുള്ളൊരു വിനയപ്പെടലിനും അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ വിസ്മരിക്കാതിരിക്കാനും അതോടൊപ്പം തന്നെ ഒരിക്കലും നമുക്ക് പടച്ചവൻ തന്നതിന്റെ പേരിൽ കിബർ വരാതിരിക്കാനൊക്കെയുള്ള സൂചനയാണിത്. ഈ ലോകത്ത് എത്രയോ കിബറന്മാരെ കുഴിയടക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഉണ്ടെന്ന് വിചാരിച്ച അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് മനുഷ്യരെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ഫിർഔനിനെ മുക്കി നശിപ്പിച്ചത് ഈ ദുനിയാവിലാണ്. സമ്പത്തിന്റെ ആധിക്യം കാരണം കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കാൻ തീരുമാനിച്ച ഖാറൂനിനെ മണ്ണിനടിയിലേക്ക് താഴ്ത്തിയിട്ട് കൊന്നത് ഈ ദുനിയാവിന്റെ പാഠമാണ്. അധികാരവും മന്ത്രിപദവിയും കിട്ടിയപ്പോൾ ജനങ്ങളെ ഉപദ്രവിക്കാൻ തീരുമാനിച്ച ഹാമാനിന്റെ പതനം സംഭവിച്ചത് നമ്മുടെ ദുനിയാവിന്റെ ചരിത്രത്തിലുണ്ട്. നമ്രൂദ് എന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ കൽപ്പിച്ച നമ്രൂദിനെ അടക്കം ചെയ്തത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. എന്താണ് മനുഷ്യൻ പഠിക്കേണ്ടത്? ഞാൻ അള്ളാഹുവിന്റെ വിനയാന്വിതനായ അടിമയാണ്. ഞാൻ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവനാകണം. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് വിനയം കാണിക്ക്, കരുണ കാണിക്ക്. ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. മനുഷ്യരോട് മാന്യമായി നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. അധികാരത്തിന്റെ സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കിബറിന്റെ യാതൊരു അടയാളങ്ങളും കാണിക്കാതിരിക്കാം. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. കിബറിന്റെ ഒരു അണുമണി തൂക്കം കൽബിൽ കടന്നു വന്നാൽ അവർക്ക് സ്വർഗം കിട്ടൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രകൃതി ദുരന്തങ്ങളും പ്രതിക്ഷോഭങ്ങളും നമുക്ക് പാഠമാകണം. എന്നെ ബാധിച്ചിട്ടില്ലല്ലോ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. എന്തും സംഭവിക്കാം. അത് ബാധിക്കുന്ന ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനുമുള്ള ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആ നിലക്കുമുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാവണം. അള്ളാഹുവിനോട് വിനയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാവണം. അത്തരം ദുരന്ത ബാധിത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നമുക്കെല്ലാം സുരക്ഷയും ഏറ്റവും നല്ല കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിയിൽ വരുന്ന ഓരോ മനുഷ്യരും നമുക്കൊരു പ്രതീക്ഷയാണ്. അവർ ദീൻ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു നിയമമെങ്കിലും അറിഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമാവുക എന്നതൊരു വലിയ ഭാഗ്യമാണ്. പക്ഷേ പല പള്ളികളിലെയും ഒരു ദയനീയാവസ്ഥ പോലെ തന്നെ തുടങ്ങുമ്പോൾ പള്ളികളിൽ ആളുകളില്ല. എത്രയോ കഴിഞ്ഞാണ് ആളുകൾ എത്തുന്നത്. ഇപ്പോഴും പള്ളിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമസ്കാരത്തിന്റെ അവസാന സലാം വീട്ടുന്നത് വരെയും ജുമാക്ക് വന്നുകൊണ്ടേ ഇരിക്കും മനുഷ്യർ. അവിടെയാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, എപ്പോഴാണ് ഒരാൾ ജുമാക്ക് എത്തേണ്ടത്? ബാങ്ക് വിളിച്ചതിന് ശേഷം മിമ്പറിലേക്ക് ഖതീബ് കയറിയാൽ മലായിക്കത്തുകൾ എഴുതുന്ന രേഖാപുസ്തകങ്ങൾ അടച്ചു വെക്കുമെന്ന് പറഞ്ഞത് പോലും അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ നമ്മളൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ കച്ചവടവും ജോലിയും പ്രവർത്തനങ്ങളും എല്ലാം മാറ്റിവെച്ച് ജുമുഅക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ നേരത്തെ എത്താൻ എൻ്റെ പ്രിയപ്പെട്ടവർ, ഏത് പള്ളിയാണെങ്കിലും അവിടെ ദീന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ നിസ്കരിക്കാനല്ല പുറപ്പെടേണ്ടത്, അവിടുത്തെ ഖുത്ബകളിലേക്കാണ്. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഹരി മാറൂല.
ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒളിച്ചോട്ടങ്ങൾ വാർത്തയാവുകയാണ്. പ്രവാസികളുടെ ഭാര്യമാരെ വേറെ വേദനയോടെ കാണുകയാണ്. ഒട്ടനേകം ഞെട്ടിപ്പിക്കുന്ന ദാരുണ വാർത്തകൾ കേൾക്കുകയാണ്. ലഹരി കേസുകൾ അധ്യാപികമാർ വരെ പേരിനിരയാവുകയാണ്. കാവൽ ഭടന്മാരെന്ന് വിളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ വരെ പ്രശ്നങ്ങൾ വരികയാണ്. ഇത് അവസാനിക്കണമെങ്കിൽ ബോധം മനുഷ്യരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നവർക്ക് തിരിയുന്ന ഭാഷയിൽ വല്ലതും പഠിപ്പിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് പള്ളിയുണ്ട് കേരളത്തിൽ. ദീന് പറയുന്ന എത്ര മെമ്പറുണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു ശബ്ദം കേൾക്കുന്നതിന് പുറത്ത് അള്ളാന്റെ കലാമ് തുറന്ന് പറയുന്ന എത്ര മെമ്പർ നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ വരുന്ന പുതിയ തലമുറകളെ നമുക്ക് ഏറ്റവും കരുത്തുള്ള അവസ്ഥയിലേക്ക് മാറ്റേണ്ടതുണ്ട്. നമ്മുടെ മദ്രസയുടെ പ്രൊജക്റ്റുമായി അതിന് സ്ഥലം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 70 ലക്ഷം രൂപയോളം വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വന്നിരിക്കാം. നിങ്ങളെല്ലാം, നിങ്ങളോട് ഇത് പറയേണ്ട ആവശ്യമില്ലാത്ത വിധേന നിങ്ങളെല്ലാം കാണുന്നതാണ്. നമ്മുടെ മക്കൾ ഈ താഴെയുള്ള പാർക്കിംഗ് ഏരിയയുടെ ആ കുടുസായ ഏരിയയിൽ 8 ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം കഴിയാവുന്ന ഒരു വലിയ വിഹിതം ഓഫർ ചെയ്യുക. നിങ്ങൾക്ക് 1 സെന്റ് സ്ഥലം കൊടുക്കാൻ കഴിയുമെങ്കിൽ 2,50,000 രൂപ. അങ്ങനെ കഴിയുന്നവരുണ്ട്. അവർ അതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഒരു ചെറിയ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു സ്ക്വയർ മീറ്റർ നൽകാൻ പറ്റുമെങ്കിൽ 6,250 രൂപ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കുക. ഇൻഷാ അല്ലാഹ് പുറത്ത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഓഫർ നൽകുക. നിങ്ങൾ ചെറിയൊരു സംഖ്യ നൽകിയിട്ട് ബക്കറ്റിലിടുന്ന പരിപാടി അല്ല ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി ഇവിടെ നടപ്പിലാകണം. ഇൻഷാ അല്ലാഹ് പ്രോഫ്കോൺ എന്ന് പറയുന്ന മഹത്തായ വിദ്യാർത്ഥികളുടെ, പ്രൊഫഷണൽ രംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന 3 ദിവസത്തെ പ്രോഗ്രാം സെപ്റ്റംബർ മാസം 11, 12, 13 തീയതികളിൽ പാലക്കാട് വരാനിരിക്കുക. നിങ്ങളുടെ മക്കളോ അയൽവാസിയോ ബന്ധുക്കളോ പെങ്ങളോ മോനോ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദീന് കൊടുക്കാതെ അവർ ഡോക്ടറായാൽ പിന്നെ നമ്മളാണ് അവരെ അനുഭവിക്കേണ്ടത്, സമൂഹമാണ് അവരെ സഹിക്കേണ്ടി വരിക എന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇതിനോട് സഹായിക്കുക. പള്ളിപ്പൊയിലിന്റെ പരിസരത്തുള്ള താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷ വാർത്ത, ആ പ്രദേശത്തൊരു വിശുദ്ധ ഖുർആനിന്റെ പഠനം അർത്ഥസഹിതം പഠിക്കാനുള്ള പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്റർമാരുമായി നിങ്ങൾ ബന്ധപ്പെടണം. ആവശ്യക്കാർക്ക് അതിന്റെ മറ്റു വിശദീകരണങ്ങൾ അറിയിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മകളിലൊക്കെ നല്ല താല്പര്യത്തോടെ, നല്ല ഒരു മനസ്സോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പടച്ചറബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒട്ടനേകം ആളുകൾ പള്ളിയിലൊക്കെ വരുന്നവർ രോഗികളായി കിടപ്പിലായവരൊക്കെയുണ്ട്. ദിവസങ്ങളായി അവരോട് സംസാരിക്കുമ്പോൾ ഒരാഴ്ചയെങ്കിലും ജുമാക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികളായ സഹോദരങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവർ പലരും ഞങ്ങളോട് വിട പറഞ്ഞു പോയി. 6 അടി മണ്ണിൽ ബർസഖിന്റെ ലോകത്ത്, പരലോകത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബേ, നീ അവർക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ നൽകണേ. ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ബറക്കത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ. കുടുംബത്തിൽ കൺകുളിർമ നീ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾ പുറത്ത് സ്വർഗത്തിന്റെ വാതിലിൽ പ്രവേശിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ തവഫനാ മുസ്ലിമീൻ وألحقنا بالصالحين ربنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا آمنا فاكتبنا مع الشاهدين وصلى الله على نبينا محمد والحمد لله رب العالمين.